പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനാ ഞാൻ പോരാത്തവളാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനാ ഞാൻ പോരാത്തവളാണേ. ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനാ ഞാൻ പോരാത്തവളാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനാ ഞാൻ പോരാത്തവളാണേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തിന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഏപ്രിൽ മാസം 10-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 138-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചാണ്. ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുകയാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ എൻ്റെ ദൈവം എനിക്ക് ഉത്തരം തന്നു, എൻ്റെ ഉള്ളിൽ എനിക്ക് ബലം തരികയും എന്നെ ധൈര്യപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികൾ നമ്മെ ബലപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മെ ധൈര്യപ്പെടുത്തും. നമ്മുടെ കർത്താവ് ജീവിക്കുന്നവരാണെന്ന് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളിലൂടെ നമുക്ക് പറയാനും നമുക്ക് തെളിയിക്കുവാനും കഴിയും. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു വാക്ക് നമ്മുടെ തളർച്ചയിൽ, നമ്മുടെ ബലമില്ലാതാകുന്ന അനുഭവത്തിനകത്ത്, വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തളർന്നു പോകുന്ന അനുഭവങ്ങളിൽ നമ്മെ ബലപ്പെടുത്തും. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങളിലേക്ക്. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിൽ ഉള്ളവൻ പിന്നെയും വന്ന് എന്നെ തൊട്ട് ബലപ്പെടുത്തി, എൻ്റെ പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. യജമാനനെ, സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 18-19 വാക്യങ്ങൾ നോക്കുമ്പോൾ ദാനിയേലിനെ സംസാരിക്കാൻ പോലും ശേഷിയില്ലാതെ ദാനിയേൽ ബലമില്ലാത്തവനായി തീരുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ദാനിയേലിനെ വന്ന് തൊടുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കാമെങ്കിൽ ജീവിതം മുഴുവൻ അവസാനിച്ചു, മുഴുവൻ കണ്ണുനീരിലും വേദനയിലും ചിലവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, മനുഷ്യർക്കാർക്കും ചെയ്യാൻ പറ്റാത്തതുപോലെ, ഒരു മാനുഷിക കരത്തിനും നിന്നെ ബലപ്പെടുത്താൻ പറ്റാത്തതുപോലെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇന്നും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ്. ദൈവത്തിൻ്റെ കരം നിങ്ങളെ തൊട്ട് ബലപ്പെടുത്താൻ പോവുകയാണ്. 1000 പ്രതികൂലങ്ങളുടെ നടുവിലും 1000 തളർത്തുന്ന വാക്കുകളുടെ നടുവിലും ദൈവത്തിൻ്റെ ഒരു വാക്കോ ദൈവത്തിൻ്റെ ഒരു സ്പർശനമോ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടാൽ ഇതുവരെയും കാണാത്തൊരു ബലം നിങ്ങളുടെ മേലിൽ വെളിപ്പെട്ടു വരും. ഞാൻ വിശ്വസിക്കുന്നു, ഈ പകൽ ചിലവരെ ദൈവം തൊട്ട് ബലപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. 18-ാമത്തെ വാക്യത്തിൽ മനുഷ്യ സാദൃശ്യമുള്ള ഒരുവൻ വന്ന് ദാനിയേലിനെ തൊടുകയും ദാനിയേൽ ബലപ്പെടുകയും ചെയ്തത് കാണാൻ പറ്റും. അടുത്ത വാക്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ 19-ാമത്തെ വാക്യം പറയുന്നു, പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക. ഇതാ ദാനിയേലിനെ വാക്കുകൊണ്ട് ബലപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ബലം കുറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് മുമ്പിൽ ഭയം വെളിപ്പെടുമ്പോഴാണ്, സമാധാനം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇന്ന് തമ്പുരാൻ എന്നോട് നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട, സമാധാനത്തിൽ ഉറയ്ക്കുക,
എൻ്റെ കർത്താവ് നിന്നെ ബലപ്പെടുത്തുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദാനിയേൽ കേട്ട വാക്കുകളിൽ ദാനിയേൽ ബലപ്പെട്ടു വരികയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇന്നും ദൈവത്തിൻ്റെ ശബ്ദം ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ചിലവരെ തൊട്ട് ബലപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാമെങ്കിൽ ഹല്ലേലൂയ, യായിറോസിൻ്റെ ജീവിതത്തിൽ മാനുഷിക വാക്കുകൾ യായിറോസിനെ തളർത്തിക്കളയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 35-36 വാക്യങ്ങളിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. 36-ാമത്തെ വാക്യം, യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. 35-ാമത്തെ വാക്യത്തിൽ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് യായിറോസിനോട് പറയാണ്, നിന്റെ മകൾ മരിച്ചുപോയി, ഞങ്ങളത് കണ്ണുറപ്പിച്ചിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഇനി യേശുവിനെ അല്ലെങ്കിൽ ഗുരുവിനെ നീ അസഹ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ആ തളർത്തുന്ന വാക്ക് കാര്യമാക്കാതെ, എല്ലാ വഴിയും അടഞ്ഞു എന്ന് പറയുന്ന ആ വാക്ക് കാര്യമാക്കാതെ യേശു യായിറോസിനോട് പറയാണ്, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നെ ശ്രദ്ധിക്കുന്നവരെ, എല്ലാ വഴിയും അടഞ്ഞു തളർന്നുപോയി എന്ന് പറയുന്നവരോട് എൻ്റെ കർത്താവ് ഇന്നും സംസാരിക്കുകയാണ്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ഒരു വാക്ക് നിങ്ങളെയും എന്നെ ബലപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള വഴികളെ തുറക്കുന്നതാണ്. ഈ വചനം സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവവചനത്തിനകത്ത് ഒന്നുകൂടെ ആശ്രയിക്കാമെങ്കിൽ 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് വചനം അയച്ച് വഴി തുറക്കുകയും വചനം അയച്ച് നമ്മെ ബലപ്പെടുത്തുകയും വലിയ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ബലത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ഈ പകൽ എൻ്റെ അത്ഭുതത്തിൻ്റെ പകലാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബലപ്പെടാം. കർത്താവ് വലിയ അത്ഭുതം ചെയ്യട്ടെ. രോഗികൾ സൗഖ്യമാകുകയാണ് ഇപ്പോൾ തന്നെ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൂടെ കൈവച്ചിട്ട് പറഞ്ഞിട്ട്, ഞാൻ സൗഖ്യമാകുകയാണ്. ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, എന്നെ കാണുന്ന ഓരോ മക്കളും ബലപ്പെടട്ടെ ഈ പ്രഭാതത്തിൽ. കർത്താവെ, ഇവർ എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവെ, ഒരിക്കൽ കൂടെ ഓരോ മക്കളെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളും അതേപോലെ തന്നെ കഴിയുന്നവരെല്ലാം ഈ സൂം മീറ്റിങ്ങിലേക്കും അതേപോലെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.